അനീഷ് പ്രമാടം, നിങ്ങളുടെ ജില്ലയിൽ പോലീസിൻ്റെ ഏറ്റവും ക്രൂരമായൊരു ഭാവമാണ് കണ്ടത്. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് മർദ്ദനം കാഴ്ചവെക്കുന്നത്. മാത്രമല്ല, നിരവധി പേർക്ക് ഇത്തരത്തിൽ പരാതികൾ ഉയരുന്നു. കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് ഡിവൈഎഫ്ഐ നീങ്ങുമോ? ഇന്നിപ്പോൾ അവിടേക്ക് മാർച്ചൊക്കെ നടത്തി എങ്കിൽ പോലും. തീർച്ചയായും ഇപ്പോ കേരളത്തിൽ UDF-ന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 1.5 മാസം പിന്നിട്ടപ്പോഴേക്ക് തന്നെ പോലീസിന്റെ നയം മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കേരളത്തില് 10 വർഷക്കാലം ജനകീയ പോലീസായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ പോലീസിന്റെ ഇടിമുറികളും അതുപോലെ തന്നെ മൂന്നാം മുറകളും എല്ലാം പോലീസ് പുറത്തെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൂടലിലുണ്ടായിട്ടുള്ളത് നിർഭാഗ്യകരമായ സംഭവമായിട്ടാണ് ഡിവൈഎഫ്ഐ കാണുന്നത്. ഒരു പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രായപൂർത്തിയാകാത്ത ഏതാണ്ട് 5ഓളം വരുന്ന വിദ്യാർത്ഥികളെ അവരുടെ വീടുകളിൽ കൊടും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്ന പോലെ വെളുപ്പാങ്കാലത്ത് വീട് കയറി അറസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് ബാലാവകാശ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളുടെ മേൽ പരാതിയുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ മേൽ പരാതിയുണ്ട് എങ്കിൽ അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നതിനും അന്വേഷിക്കുന്നതിനും അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങളെല്ലാം ഒന്നും തന്നെ പാലിക്കാതെയാണ് കൂടൽ പോലീസും കൂടൽ SIയും ആ കുട്ടികളെ അറസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവരോട് കുറ്റം സമ്മതിക്കുവാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതിനുശേഷം 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യുകയും അയാൾ ഹൃദ്രോഗിയാണ് എന്ന് പറഞ്ഞിട്ട് അയാളെ പോലീസ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി മർദ്ദിച്ച് അയാളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് പെൺകുട്ടി തന്നെ മൊഴി മാറ്റിപ്പറയുന്ന സാഹചര്യം ഉണ്ടായി. വൈദ്യപരിശോധനയിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഈ വിദ്യാർത്ഥികളെ പോലീസ് വിട്ടയക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. തീർച്ചയായും അനീഷ് പ്രമാടം പറഞ്ഞത് വളരെ അടിവരയിടേണ്ടതാണ്. കാരണം പോലീസ് ഒരു തുടർച്ചയാണ്. പഴയ കാലത്തെ ബ്രിട്ടീഷ് പോലീസിൽ നിന്നുള്ള തുടർച്ചയുടെ പല ഭാഗങ്ങളും അതിൽ അവശേഷിച്ചിരുന്നു. പക്ഷേ അതൊക്കെ തുടച്ചു മാറ്റി അതിനെ പരമാവധി ജനകീയമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വിജയിച്ചു വന്നിരുന്നൊരു ഘട്ടത്തിലാണ് വീണ്ടും 1.5 മാസം കൊണ്ട്, ഭരണം മാറി 1.5 മാസം കൊണ്ട് പോലീസ് പഴയ രീതികൾ കാട്ടുന്നതിലേക്ക് പോകുന്നത്. അവിടെയാണ് UDF നയം വിഷയമായി വരുന്നത് എന്നതാണ് അനീഷ് പ്രമാടം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്.